കിഴക്കാ ഓ എവിടാ ഇവിടെ ഉണ്ട്. ആ കിഴക്കേ, നിന്റെ അടുത്ത് ഇന്നലെ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? നിന്റെ അടുത്ത് ഇന്നലെ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് എന്റെ 500 രൂപ വാങ്ങിയായിരുന്നോ? മേടിച്ചായിരുന്നില്ലേ? പിന്നെ നീ പെട്രോൾ അടിക്കാൻ എന്താ മറന്നുപോയതോ? സംഭവം അത് ഞാൻ പോയിട്ട് വെച്ചിട്ട് അടിക്കാൻ മറന്നുപോയി. അടിക്കാം. വണ്ടി പെട്രോൾ നമ്മുടെ ജംഗ്ഷനിൽ ഇരിക്കുക, പോയി എടുത്തോണ്ടോ. നീ ഇതെന്റെ അടുത്ത് 6ാമത്തെ തവണ ചെയ്യുന്നത്. 6ാമത്തെ തവണ. നീ ഇപ്പൊ ഇത്ര പോയി വണ്ടി എടുത്തോണ്ട് വന്നേ വരുത്തുള്ളൂ. എടുത്തോണ്ട് പോടാ പോയിട്ട്. വണ്ടി എടുത്തോണ്ട് എന്റെ സ്വഭാവം മാറും. പോയി വണ്ടി എടുത്തോണ്ടോ. അളിയൻ തന്നെ പോയി എടുത്തോണ്ട് പോരായിരുന്നു. സൂപ്പർ അളിയാ, സൂപ്പർ. എന്തുവാ പാറു, എന്തിനാ കൈയടിച്ച്? അളിയൻ കേശവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടേ, പൃഥ്വിരാജിനെ പോലെ ഉണ്ട്. സത്യോളിയാ പറഞ്ഞത്. ഒന്ന് പോ പാറൂസേ, ഇവിടെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ നിന്റെ അടുത്ത് ഞാൻ മര്യാദക്ക് പറയുവാ. പോയി വണ്ടി എടുത്തോണ്ട് വന്നോളാം, മര്യാദക്ക് പെട്രോൾ അടിച്ചിട്ട്. പിന്നെയും പൃഥ്വിരാജിനെ പോലെ സൂപ്പർ. പാറുവിന്റെ കാര്യം, ഇവിടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോ ചുമ്മാ തമാശ കളിക്കുക. പോയി വണ്ടി എടുത്തോണ്ട് വരണേ കേട്ടോ. അളിയാ, സത്യം പറഞ്ഞ പാറു പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമില്ലാതില്ല. എന്ത് അല്ല, അളിയന്റെ ചില സമയത്തുള്ള ഈ മാനറിസങ്ങളും സൗണ്ടും എല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്യുമ്പോ കറക്റ്റ് പൃഥ്വിരാജാണ്. ഞാൻ പിന്നെ ഇത് അളിയന്റെ അടുത്ത് പറയണം എന്ന് വിചാരിക്കും, പിന്നെ അങ്ങ് വിട്ടു. അളിയാ, കറക്റ്റ് പറഞ്ഞാലേ, ഞാൻ ഈ ബാത്റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തെ അളിയൻ ടക്കനെ കേശുവേ എന്ന് വിളിക്കൂല സമയം. അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിക്കും, പൃഥ്വിരാജ, നമ്മുടെ വീട്ടിൽ എങ്ങനെ പൃഥ്വിരാജ് വന്ന്? പിന്നാണ് മനസ്സിലാവണോ അളിയനാണല്ലോ വിളിച്ചതെന്ന്. പിന്നെ സത്യം നീ പോയി വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കി. ഫ്ലുവൻസി നീ വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കിയ ഫ്ലുവൻസി കറക്റ്റ് പൃഥ്വിരാജ്. എന്താണ് നീ പോയി വണ്ടി എടുത്തോണ്ട് നോക്ക്. അളിയന്റെ അടുത്ത് ഇത് ആരും പറഞ്ഞിട്ടില്ല ഇതിനു മുമ്പേ. എടാ, പോയി വണ്ടി എടുത്തോണ്ട് വരാൻ നോക്കടാ. കണ്ടാ ആ സാധനം കണ്ടാ പറ. ഇത് ചേട്ടാ, ചേട്ടന് ശരിക്കും തോന്നിട്ടുണ്ടോ അളിയൻ പൃഥ്വിരാജിനെ പോലാന്ന്? പിന്നെ മക്കളെ, എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. പാറുവേ, സത്യം പറഞ്ഞാലേ, ഇവരുടെ കല്യാണ സമയത്ത് അളിയൻ കാറി വന്ന് ഇറങ്ങിയപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത്, ഇത് എന്തരുത്, നമ്മുടെ കല്യാണത്തിന് പൃഥ്വിരാജ് വന്നേക്കണാന്ന് ആണ്. എന്റെ അടുത്ത് എത്ര പേര് ചോദിച്ചിട്ടുണ്ടോന്ന് അറിയൂ, എന്ത് നിന്റെ അളിയൻ പൃഥ്വിരാജ് ആണോടാന്ന്. ഞാൻ പിന്നെ ചിലയിടത്തൊക്കെ ഓന്നങ്ങ് പറയും. എന്നാ പിന്നെ സിദ്ധാർത്ഥ സിനിമയിൽ അഭിനയിച്ചൂടെ? ഇനി അതങ്ങനെ ശരിയാവും. സിനിമയിൽ ഓൾറെഡി വേറൊരു പൃഥ്വിരാജ് ഉണ്ടല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരോട് ഒരുമിച്ച് അഭിനയിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് തമ്മിൽ ക്ലാഷ് ആവൂലേ. അല്ലെങ്കിൽ അളിയനായനെ മെയിന്. പിന്നെ നമ്മുടെ അളിയന് പിന്നെ അതിനുള്ള കഴിവുണ്ടല്ലോ, പൃഥ്വിരാജ് ആവാനുള്ളതേ. സൂര്യമുഖം ഇനിയൊരു പുതിയ മുഖം, പുതിയ മുഖം. ഒന്നുമില്ല. ശരിക്കും പൃഥ്വിരാജിനെ പോലെ ഉണ്ടാ? കർണൻ, നെപ്പോളിയൻ, ബൻസ്, ഇവർ 3 പേരും എന്റെ ഹീറോസ്. അളിയാ, എന്തല്ലേ കണ്ണാടി കണ്ടിരിക്കണേ? എടാ, ഒന്നും പറയണ്ട, എന്റെ കണ്ണില് ഒരു കരട് പോയി. നോക്കട്ടെ. കാണാനില്ലല്ലോ കരടൊന്നും. അത് ഞാനിപ്പോ എടുത്ത് കളഞ്ഞായിരുന്നു. അതൊന്നും അല്ല കാര്യം. അളിയനെ കാണാൻ പൃഥ്വിരാജിനെ പോലെ ഉണ്ടോന്ന് അളിയൻ നോക്കല്ലായിരുന്നു. ഞാൻ എന്തിനാ അങ്ങനെയൊക്കെ നോക്കുന്നേ? ഞാൻ നോക്കിയൊന്നുമില്ല. അല്ലേ, സംഭവം നമ്മള് കള്ളം പറഞ്ഞൊന്നും അല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. എടാ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നെ കാണാൻ പൃഥ്വിരാജിനെ പോലെ ഉണ്ടോടാ? 100%
പിന്നെയും ചോദിക്കണ പാറുവേ. ഞാൻ പറഞ്ഞില്ല അളിയനെ കാണാൻ പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന്. ശരിക്കും ഉം. പാറു, നിന്റെ സ്കൂളിലുള്ള പിള്ളേരെല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസം അളിയനെ എന്നെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നപ്പോഴേ കുഞ്ഞു പപ്പി പറഞ്ഞു അളിയനെ കാണാൻ പൃഥ്വിരാജിനെ പോലെ ഉണ്ടെന്ന്. ചേട്ടാ കണ്ടാളിയാ ഈ കുഞ്ഞിപ്പാപ്പയുടെ ഒരു കാര്യം. അതാണ്, പ്രത്യേകിച്ച് പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന്. എടാ സത്യം പറഞ്ഞാലേ ഓ. വേറൊരു കാര്യമുണ്ട്. ഏ? ഞാന് രാജുവേട്ടനുണ്ടല്ലോ, ഏതാട്ടാ? പൃഥ്വിരാജാ. ഞാന് രാജുവേട്ടൻ അത്യാവശ്യം നല്ല കമ്പനിയാ. പുള്ളി എപ്പോഴൊക്കെ ദുബായ് വരുന്നോ അപ്പോഴൊക്കെ എന്നെ കാണണം. ഞങ്ങൾ ഒരുമിച്ച് സിറ്റിംഗ് ഒക്കെ ഇരിക്കാറുണ്ട് അങ്ങ് ദുബായില്. അളിയ കള്ളം പറയല്ലേ? ഞാൻ കള്ളം പറഞ്ഞതാ, ഞാൻ തെളിവ് കാണിക്കാം. രാജുവേട്ടൻടാ. നോക്കിക്കോ. അയ്യോ, ഇതിലാളിയോ പൃഥ്വിരാജ്? എടാ ഇത് ഏ അത് അയ്യോ, ഇത് അളിയൻ തന്നെ മാറിപ്പോയി. എന്റെ ഒരു കാര്യം. ആ മഞ്ഞ കറുപ്പ് കത്ത് നോക്കി വെക്കണം കേട്ടാ, അല്ലെങ്കിൽ അടുത്ത തവണ കാണിക്കുമ്പോ മാറിപ്പോയാലേ. അതെ അതെ അതെ, ഇനി ശ്രദ്ധിക്കാൻ ഞാൻ. എന്റെ എടാ, അതുപോലെ രാജുവേട്ടനുണ്ടല്ലോടാ, എന്റെ അടുത്ത് പുള്ളിയുടെ ഇനിയുള്ള ഇറങ്ങാനുള്ള പടങ്ങളുടെ എല്ലാ കഥയും ഡിസ്കസ് ചെയ്യും. ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ പറയും, രാജുവേട്ടൻ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ അത്ര ക്ലോസ് അല്ലേ. സംഭവം ഈ ഫോട്ടോ ഞാൻ നേരത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ തമ്മിൽ ഇത്രയും ക്ലോസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്താടാ ആ സാധനം ഒന്നും ഇട്ടളിയാ, കുറച്ചുകൂടെ പൊക്കിട്ട് ഇങ്ങനെ. ഇവന്റെ കാര്യം. ശരിക്കും കട്ടോടാ? വിശ്വാസമില്ല. ഇങ്ങോട്ട് എങ്ങോട്ട്? ആളിയാ ഇങ്ങോട്ട് സംശയം തീർത്തു കൊടുക്കുമ്പോ എങ്ങോട്ടാ? വാ. എടാ വേണ്ടടാ, വെറുതെ വാ അളിയാ ഇങ്ങോട്ട്. എടാ എനിക്ക് എന്തോ പോലെയൊക്കെ. ആ അതായിക്കോട്ടെ നിന്നേ. അമ്മ മക്കനാൻഡി ഓക്കെ. നോക്ക് എങ്ങനുണ്ട്? ആരെ പോലെ ഉണ്ട് സിദ്ധുളേനെ കണ്ടിട്ട്? സിദ്ധുവിനെ കണ്ട സിദ്ധുവിനെ പോലെ തന്നെ ഉണ്ട്. എടാ വാടാ ചുമ്മാ. നില്ലല്ലേ അങ്ങോട്ട്. കനാൻഡി, അളിയനെ കണ്ട ഒരു സിനിമാ നടന്റെ ടച്ച് ഇല്ലേ? நம்ம ரஜினி சார் மாதிரி இருக்காருல்ல? നമുക്ക് തമിഴ് വേണ്ട, നമുക്ക് മലയാളം പിടി. അമ്മ ആ ആ സിദ്ധുമോനെ കണ്ട ആ നസീർ സാറിനെ പോലുണ്ട്. അതാരാ അമ്മൂമ്മ? അത് മലയാളത്തിലെ ഒരു മഹാനടനായിരുന്നു, പ്രേം നസീർ സാർ. ഏമണ്ടി പെണ്ണേ, അതല്ല, അളിയനെ കണ്ട പൃഥ്വിരാജിന്റെ ഒരു കട്ടില്ലേ? ஐயோ ஆமா, நம்ம ராவணன் படத்தில் இருக்கிற பிருத்விராஜ் மாதிரியே நீ இருக்க. ഞങ്ങൾ പറഞ്ഞപ്പോ വിശ്വസിച്ചല്ല പറവേ. അത് തന്നെ, ഞങ്ങള് പറഞ്ഞപ്പോ വിശ്വാസമില്ല, നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അളിയെ വിശ്വസിച്ചു അല്ലേ അളിയാ? ശരിക്കും ശരിക്കും എവിടെയൊക്കെയോ ഒരു കട്ടുണ്ട്. ശരിക്കും വയ്യ. വേറൊന്നും അല്ലെന്നേ, ഞാൻ രാജുവേട്ടേ അത്യാവശ്യം നല്ല കമ്പനിയാ, മച്ച ബന്ധം, അതുകൊണ്ട് തോന്നുന്നായിരിക്കും. ஐயோ பிருத்விராஜ் உனக்கு കമ്പനിയാ? അല്ലെങ്കിലും എന്റെ സിദ്ധുമോനെ കണ്ടാല് ഒരു സിനിമാ നടന്റെ ലുക്കൊക്കെ ഉണ്ട്. സിദ്ധു, அப்படினா உனக்கு சினிமால ஆக்ட் செய்யக்கூடாதா? ഞാൻ സിനിമയിൽ കയറി കഴിഞ്ഞാൽ വെറുതെ രാജുവേട്ടന് ഒരു ഈഗോ അടിക്കും, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചതല്ലേ. ചിരി കണ്ട, ചിരി കറക്റ്റ് പൃഥ്വിരാജ് അല്ലേ അല്ലേ? ഇവന്റെ കാര്യം. അല്ല അത് മാത്രമല്ലേ, സിനിമയിലൊരു പൃഥ്വിരാജ് അഥവാ രാജുവേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സിദ്ധുവേട്ടൻ ഉണ്ടായിരുന്നേനെ. അളിയാ ആ പൃഥ്വിരാജിന്റെ മാനേഴ്സ് ഒന്ന് കാണിക്കൂ. അയ്യോ മതി, ഇത് മതി. പൊളി പൊളി പൊളി. എന്താടാ എന്താ? ഒന്നുമില്ല, പറയേ. அம்மா பிருத்விராஜ் மாதிரியே இருக்கான்ல? ആണെന്നൊക്കെ തോന്നുന്നു.
ഈ കൊച്ചുകുഞ്ഞ് വടക്കം വീട്ടിൽ തറവാട്ടിലെയാ. ഞങ്ങളുടെ പുറമ്പോക്ക് ഭൂമിയിൽ ചുമ്മാ മുളച്ചേക്കുന്ന പോതപ്പുല്ല് ചെത്തി വിറ്റാ കിട്ടും നിന്റെ ഈ പറഞ്ഞ കോടികൾ. ചുമ്മാ വായത്താളം വിട്ടോണ്ടിരിക്കാനെ കേറ്റി വിളിയടാ. വടക്കം വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കയ്യിൽ തരും ഞാൻ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അളിയാ എങ്ങനെ ഉണ്ടായിരുന്നടാ? അളിയാ പൊളിച്ച് ഒരു രക്ഷയില്ല. മാസ്റ്റർ പീസ് രാജു ഏട്ടൻ. ആക്രാന്തപ്പെടല്ലേ, കാണിക്കാം. മ്യൂസിക്കും സ്ലോ മോഷനും ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. എന്നാലും ഒരു ഫിനിഷിംഗ് വരുമല്ലേ? എന്നാലും പൊളിച്ച്. താങ്ക് യുടാ. അളിയാ ഇത് നമ്മൾ എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്താ ഉറപ്പായിട്ടും കയറി വൈറലാവൂലേ. ഒന്നാമതേ ഇൻഡസ്ട്രിയിൽ ഒരു സംസാരമുണ്ട്, രാജുവേട്ടൻ അനിയനായിട്ട് അഭിനയിക്കാൻ ആരുമില്ലാന്ന്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞ അളിയനെ അനിയനായിട്ട് അഭിനയിക്കാൻ വിളിക്കും. അളിയന് രാജുവേട്ടനായിട്ട് കമ്പനി ഉണ്ട് എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഈ വീഡിയോ എടുത്ത് പേഴ്സണൽ ആയിട്ട് കൊണ്ട് അയച്ചാൽ കൊടുത്താൽ മതി. അപ്പൊ പുള്ളിക്ക് തോന്നിയാലോ നമുക്ക് എവനെ അനിയനായിട്ട് വിളിക്കാന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യമേ ലെച്ചൂസിന് അയച്ചു കൊടുക്കാവോ? ലെച്ചൂസിന്റെ അഭിപ്രായം കേൾക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് പയ്യെ പോസ്റ്റ് ചെയ്യാം. പയ്യെ പോസ്റ്റ് ചെയ്തേടാ. നമുക്കേ ചിലപ്പോ വീണ്ടും ഒന്നുകൂടെ എടുക്കേണ്ടി വരും. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇതങ്ങ് എഡിറ്റ് ചെയ്യടാ. ഓക്കെ. അല്ല സിദ്ധുമോനെന്താ മുണ്ടൊക്കെ എടുത്തോണ്ട് കല്യാണത്തിന് പോവാന്നോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. അതിനൊന്നും അല്ല മുമ്മേ, സിദ്ധോളി സിനിമയിൽ അഭിനയിക്കാൻ പോവാ. സിനിമയിലെയാ? യാർ പടം? നമ്മ രജനി സാർ പടമാ? അല്ല, വിജയ് സാർ പടം. വിജയ് സാർ പടമാ? രാജു സാർ പടം. അതാ ഇതങ്ങോട്ട് നോക്കിയേ. അയ്യോ സൂപ്പർ സിദ്ധു, ரொம்ப സൂപ്പർ. മാസ് മാസ് ശരിക്കും. അല്ല മോനെ, ഇതൊക്കെ കാണിച്ച സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുവോ? പിന്നെ ഇതൊക്കെ കാണിച്ചിട്ടല്ലേ ഇപ്പൊ പല ആൾക്കാരും സിനിമ അഭിനയിക്കാൻ വിളിക്കണേ. അതേപോലെ അളിയനെ വിളിക്കും. അപ്പൊ എങ്ങനെ പോസ്റ്റ് ചെയ്യട്ടാ? അളിയാ ഇത് പോസ്റ്റ് ചെയ്യണ്ടാ, നമുക്ക് ഇച്ചിരി ലെങ്തി ഡയലോഗ് ഉള്ള സാധനം കടച്ചേക്കാം. അങ്ങനെ എന്നാ പിന്നെ ശരി, ഞാൻ ഇത് പോസ്റ്റ് ചെയ്യണില്ല. ഇത് പോസ്റ്റ് ചെയ്യലയാ? നമുക്ക് നല്ല ഒരെണ്ണം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. മോനെ എന്തുവായാലും സിദ്ധുമോന്റെ അഭിനയം കാണാൻ അടിപൊളിയാ. സിദ്ധു வந்து ഒരു സകല കലാ വല്ലഭം தான். കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ എന്താടാ ഈ വഴിക്ക്? നിന്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ വഴിക്ക് വരരുതെന്ന്. ഞാൻ അതിനൊന്നും ഇറങ്ങിയതൊന്നുമല്ല. എനിക്കറിയാം ഇവിടെ ശിവാനി ഇല്ലെന്ന്. ഞാൻ അളിയനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്. എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എന്തോന്ന്? അളി എന്ത് പരിപാടി അളിയാ കാണിച്ചത്? ഞാൻ എന്ത് പരിപാടി കാണിച്ചു? ചുമ്മാ അല്ല, വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത് മഹാന്മാരെയൊക്കെ അടുത്തറിയുമ്പോൾ മനസ്സിലുള്ള വിഗ്രഹം ഉടഞ്ഞു പോകുന്നു. വിഗ്രഹോ? നീ എന്തോന്നൊക്കെയാ ഈ പറഞ്ഞേ? ഉദിക്കടാ, അടിച്ചുണ്ടോ നീ? ഒന്ന് പോളിയാ. അളിയ സത്യം പറ, അളിയന് ഫേമസ് ആവാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു? ഫേമസ് ആവാനാ? എന്തുവാടേ? അളിയൻ ചുമ്മാ ഒന്നും അറിയാത്തണക്ക് പറയല്ലേ അളിയാ? എന്തോ നീ കാര്യം പറ. ഒന്നും അറിഞ്ഞില്ലേ അപ്പം? ഒന്ന് പോയ അളിയാ. പിന്നെ അളി അറിയാതെ എങ്ങനെ അതിനകത്ത് പറഞ്ഞത്? എടാ നീ കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ നിന്നെയും നിന്റെ ബൈക്കിനെടുത്തിയ പറവണ താത്തിക്കളയും. അളിയ സത്യം പറയാലോ, അളിയനോട് എനിക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. അത് ഒറ്റ രാത്രി കൊണ്ടാ ഇല്ലാതായത്. മോശം എന്ന് പറഞ്ഞാൽ മോശം മോശം മോശം, തീരെ മോശം. എടാ എന്തുവാടാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. രാജുവേട്ടാ, ഞാൻ തന്നെ. പുള്ളി ആരാണ് വിളിക്കണേ? നിങ്ങളെ തന്നെ, വേറെ ആരാ? കേട്ടോ. എന്താ രാജുവേട്ടാ ഇവിടെ നിക്കണത്? മനസ്സിലായില്ലേ? നിങ്ങളെ കളിയാക്കണ അയാള്. എന്തിന്? നിങ്ങൾ ഇന്നലെ ഒരു സാധനം പടച്ചു വിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ? രാജുവിന്റെ വീഡിയോ റീല്. അത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായി, വൈറലായി. നിങ്ങളാണ് എയറിൽ ഇപ്പം. എയറിലോ? ആ എയറില്
പടക്കം വീട്ടിലെ കൊച്ചിനോട് ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കൈ തരുമെന്നുള്ള സാധനം പടച്ചു വിട്ടാ അതിന്റെ ആഫ്റ്റർ എഫക്ട്സാ വന്നിരിക്കുന്നത്. അല്ല എന്നാലും എന്റെ ഷിബുവേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരൻ ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. ചേട്ടാ, ഇവിടുത്തെ മെമ്പറാണ്, എനിക്ക് അറിയാവുന്ന ആളാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. എന്നെ കളിയാക്കി കഴിഞ്ഞാൽ വല്ലതും ചെയ്തു കളയും. അയ്യോടാ, ഒരു തല്ലിപ്പൊളി സാധനവും പടച്ചുവിട്ട് ഇപ്പൊ നമ്മളെ അഞ്ചത്തു. ഇയാള് പോകാൻ നോക്കി. ഓ ഞാൻ പോണു രാജുവേട്ടാ. എന്തൊക്കെ ഇനി വരാൻ പോണാന്ത്. ഭയങ്കര പോറായിരുന്നോടാ. പോറാണോന്നോ? ഇനി അതിൽ പരം ഒന്നുമില്ല മോനെ. സത്യമായിട്ടും വീഡിയോ പോട്ടെന്ന് നോക്കാം. അതിന്റെ അടിയിൽ ക്യാപ്ഷൻ ഉണ്ട്, എന്നെ ആരെങ്കിലും രാജുവേട്ടന്റെ അനിയനായിട്ട് അഭിനയിപ്പിക്കണേ എന്നൊരു സാധനം. എന്നിട്ട് 2-3 കൈയും 3-4 കുത്തും. അയ്യോ ദൈവമേ, ഫാൻസുകാര് കാടോടെ ഇളവിരിക്കാണ്. വെളുത്താലും അടി തീരൂല. ഇമ്മീഡിയറ്റ് ദുബായ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്താ. ഇമ്മീഡിയറ്റ് ഞാൻ പോവാ, നാട്ടിൽ ശരിയാവത്തില്ല. ടിക്കറ്റ് പഞ്ചായത്ത് എടുത്തേരണ. ഇയാള് പോയില്ലേടോ ഒന്ന്? ഞാൻ പോയി രാജുവേട്ടാ. എടാ അത്രയ്ക്ക് പോറാ? അളിയൻ എയർ ടിക്കറ്റ് എടുത്ത് ദുബായ് ചെന്ന് ഇറങ്ങിയാലും അളിയൻ ഇപ്പൊ കയറിക്കുന്ന എയറിൽ നിന്ന് തിരിച്ചിറങ്ങുമെന്ന് എനിക്ക് തോന്നണില്ല. എന്റെ എടാ, ഇത് കേശു ഒപ്പിച്ച പണിയടാ, എനിക്കൊന്നും അറിയില്ല. ആരൊപ്പിച്ചാലും നന്നായിട്ടുണ്ട്. രാജുവേട്ടനായിരിക്കും വിളിക്കുന്നത്. ഓടാ ഷിഹാബ് കാറ്റ് ആണ്. കണ്ടാ സീനാണാ? അയ്യോ, ഞാനത് എങ്ങനെയും കളയാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ. എന്തേടാ ഇത് പഞ്ചായത്ത് വിട്ട് അങ്ങ് എത്തി, ദുബായ് എത്തി. അയ്യോ എടാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യൂടാ? ഈ അളിയൻ പേടിക്കാതിരിക്കും, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. എന്ത് വഴി കാണാനാണ് ഇതില്? അളിയൻ ഞാൻ ഒരു കാര്യം പറഞ്ഞ അളിയനൊന്നും തോന്നല്ലേ അളിയാ. ഇനി വഴി വിളിച്ചിലും കണ്ടാലേ അളിയൻ പരിചയം കാണിക്കാനോ സംസാരിക്കാനോ ഒന്നും നിക്കല്ലേ അളിയാ. ആൾക്കാരെല്ലാം കണ്ടാലേ എനിക്ക് നാണക്കേട്, അതുകൊണ്ടാ ഞാൻ പോട്ടെ. നിക്കടാ. എടാ, എനിക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാൻ ഒരു പേടി പോലെ. ആൾക്കാരൊക്കെ വല്ലതും കണ്ടെന്തേലും പറഞ്ഞാലോന്ന്. എന്നെ ഒന്ന് വീട് വരെ ഉണ്ടാക്കുവാടാ. വേണോ? പ്ലീസറാ. വാ, ആൾക്കാർ വല്ലതും കാണുവാടാ. കണ്ണു കുത്തിരിക്കാം. വെക്കടാ. മാസ്ക് ഉണ്ടോ ഇപ്പൊ? ഇല്ല, പോട്ടെ. ചേച്ചി, ഓ ഞാൻ കണ്ട്. അത് സംഭവേ അളിയനൊരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ എടുത്തും കൊടുത്തതാ. പോസ്റ്റ് ചെയ്തോ ഞാനല്ല, അളിയനായിരിക്കും. എങ്ങനെയുണ്ട്? വീട്ടുകാരെന്ത് പറയണ അവിടെ? കളിയാക്കല? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയില്ല. അളിയൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തോട്ട് പോയായിരുന്നു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഓ അളിയൻ പറഞ്ഞോണ്ടേ, ആ മുഖം 2 സൈഡിലും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാവേ. എടാ തൊരപ്പാ, ഈ സ്വന്തം അളിയിലിട്ട് എന്നെ താങ്ങിയല്ലടാ. തറയെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ചാൽ പേനരിക്കും ഓർത്ത് ഓമനിച്ച് ഈ കയ്യിലിട്ട് വളർത്തിയില്ലടാ നിന്നെ. എന്നിട്ട് നീ തന്നെ എന്റെ അടുത്ത് ചെയ്തല്ലോടാ. അളിയാ, സത്യമായിട്ട് ഇത് ചെയ്തത് ഞാൻ അല്ല. എടാ പാവപ്പെട്ട നമ്മുടെ അളിയനെ നീ അടിച്ചങ്ങ് ഏറി കയറ്റിയല്ലടാ. വല്ലപ്പോഴും ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ മാത്രം ഏറിപ്പോയിക്കൊണ്ടിരുന്ന അളിയനെ നീ ഒറ്റയടിക്ക് ഫ്ലൈറ്റ് പോലും ഇല്ലാതെ ഏറി കയറ്റി വിട്ടല്ലടാ. എന്റെ പൊന്നളിയാ ഇരിക്കുന്നതാ. നീ ഏതാ ഇവിടെ? അതവിടെ നിക്കട്ടെ. എടാ, നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? എന്റെ പൊന്നളിയാ, സത്യമായിട്ട് എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ അല്ലത് ചെയ്ത്. നീ പറ, ഞാൻ അല്ലത് ചെയ്തേ. എന്താ പ്രശ്നം? ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഈ കേശു പാവപ്പെട്ട നമ്മളെ അളിയനെ വൈറലാക്കി അങ്ങ് വിട്ട്. அந்த வீடியோ வைரல் ஆயிடுச்சா? അയ്യോ, വീഡിയോ അളിയൻ മൊത്തത്തിൽ അങ്ങ് വൈറലായി, ഫേമസ് ആയി ഇപ്പം. ஐயோ, நான் அப்பவே நினைச்சேன் அந்த வீடியோ ரொம்ப வைரல் ஆகும்னு. എന്റെ പൊന്നളിയാ, സത്യമായിട്ട് ആ വീഡിയോ ഞാനല്ല പോസ്റ്റ് ചെയ്തേ. നീ അല്ലെങ്കിൽ പിന്നെ ആരാ പോസ്റ്റ് ചെയ്യാ? എനിക്കറിഞ്ഞൂടാ. അമ്മുമ്മയോ? ഞാനല്ല. പിന്നെ കനകാന്റിയോ? ഞാൻ ഇല്ലപ്പാ. അതോ എട്ടും മുട്ടും തരാത്ത പാറു? എന്താടാ അളിയാ, എന്താ പാറൂസേ? കനയാന്റെ ഫോണിൽ നിന്ന് ഞാനാ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അളിയന്റെ കഴിവ് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു.
അളിയൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഞാനും ഫേമസ് ആവുമല്ലോ. എന്റെ പാറൂസേ, മക്കളെ സ്കൂളിൽ പോയില്ലെങ്കിലും ഉണ്ടല്ലോ നന്നായി വരും. അമ്മമ്മ എടാ, ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കൂടാ? ഒരു കാര്യം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ആയിട്ട് ഞാൻ ഒരു ഉപദേശം തരാം. താളിയാ ഇറങ്ങിപ്പോടാ. ഒരാൾക്ക് കഴിവില്ല എങ്കിലേ അയാളുടെ മുഖത്ത് നോക്കി കഴിവില്ല എന്ന് പറയണം, അല്ലാതെ ചുമ്മാ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത്. കഴിവില്ല. ആ, അങ്ങനെ മുഖത്ത് നോക്കി പറയണം. അളിയൻ ഇപ്പൊ പറയുന്ന കേട്ടിട്ടേ ടോവിനോ തോമസ് ഡയലോഗ് പറയുന്ന പോലെ ഉണ്ട്. എന്റെ പൊന്നു പാറൂസേ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ പ്ലീസ്.